ഇതെല്ലാം കൂടി രാത്രിപ്പെട്ട സമയത്ത് എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു നൈറ്റ് ഡ്രൈവ് ആണേ, ഏതാണ്ട് 11:30 കഴിഞ്ഞപ്പോൾ നമ്മൾ പോയി. ഈ നട്ടപ്പാതിരി പിന്നെ നട്ടപ്പാതിരക്കാരങ്ങ ഉണ്ടാവും വീട് പറയുന്നു. എന്തായാലും സന്ദർഭോചിതമായി നമ്മുടെ രേഷ്ണ വാതുറന്നല്ലോ, സന്തോഷം. അങ്ങനെ നമ്മൾ ഞാൻ, അൻവിത, ആഞ്ചൽ, രേഷ്ണ, പാറു, സന, കിത്തു, യുവാൻ, അങ്ങനെ നമ്മളെല്ലാവരും തെയ്യം കാണാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ നമ്മളെ മാവില റോഡ് തൊടുക്കൾ എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പുരുഷഗണങ്ങളൊക്കെ അങ്ങോട്ട് പോയതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു വഴിയില്ല. അപ്പം നമ്മുടെ കിത്തു നല്ലൊരു ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ വളരെ സേഫായിട്ട് തന്നെ നമ്മൾ പോയി കേട്ടോ. അപ്പോൾ രാത്രി വൈകിട്ടാണെങ്കിലും നമ്മൾ ഒരുപാട് ആളുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ടെങ്കിലും അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടി കേട്ടോ. അപ്പോൾ ആ കറക്റ്റ് ടൈമിൽ തന്നെ യുവാന് എന്താ പറയുക, ചെറിയൊരിളക്കം എന്ന് പറയാം. അപ്പോൾ നമ്മുടെ പാറു അതിനൊന്ന് സെറ്റാക്കണം കേട്ടോ. അപ്പോൾ അവൻ്റെ കരച്ചിലൊന്നും നിർത്തിയില്ല. പാറു കഥ തുടർന്നുകൊണ്ടേയിരുന്നു. ഞങ്ങൾ വണ്ടി വർക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ടെൻഷനും യുവാൻ്റെ കരച്ചിലും കിത്തുവിന് വണ്ടി എടുക്കാനും പറ്റുന്നില്ല, വെക്കാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. പക്ഷെ എങ്കിലും നമ്മൾ അവസാനം നമ്മുടെ മോനെയൊക്കെ ഒന്ന് സെറ്റാക്കി നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്തു കേട്ടോ. അങ്ങനെ യുവാനിങ്ങനെ വയലൻ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഒരു രക്ഷയിലാണ് നമ്മൾ ഇല്ലുമിനാട്ടി വെച്ച് കൊടുത്തിട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങിപ്പോയി. നമ്മൾ നടത്തുകയാണ് ഗൈസ്. അപ്പോൾ ഈ നട്ടപ്പാതിരി യാത്രക്ക് വേറൊരു ചേതോവികാരം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കസിനായിട്ടുള്ള അലോക് ആദ്യമായിട്ട് മന്ത്രമൂർത്തി കെട്ടുന്ന ഒരിതാണ്. അപ്പം മുഖത്തെഴുതി അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തുന്ന സമയത്ത് നമ്മുടെ വിഷ്ണുമൂർത്തിയുടെ ഉത്സവമൊക്കെ ഉണ്ടാക്കും. അതൊക്കെ അങ്ങനെ കണ്ട് നിൽക്കുകയായിരുന്നു നമ്മൾ. അപ്പോൾ അലോക് ആദ്യമായിട്ട് കൈ കിട്ടുന്നത് തന്നെ നമ്മളത് കണ്ടിട്ടുമില്ല. അങ്ങനെ നമ്മൾ പോയതാണ്. അവിടെ കുളിച്ചോട്ടം ഏതാണ്ട് അവസാനിക്കാറായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു മന്ത്രമൂർത്തി ഇറങ്ങുന്നതൊക്കെ നോക്കിയിട്ട് നിന്നു. അതും കഴിഞ്ഞ് ഇപ്പുറം വരുമ്പോഴത്തേനും ഗുളികൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഗുളികൻ ദൈവത്തിൻ്റെ ഒക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ ഓടുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു മന്ത്രമൂർത്തി, അതായത് ഇവരെ ഈ തൊടുക്കളത്ത് ഒരു പ്രധാനപ്പെട്ടൊരു മന്ത്രമൂർത്തിയാണിത്. അതായത് നമ്മുടെ ഈ സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നേർച്ചകളൊക്കെ നൽകുന്ന ഒരു അമ്മയാണ്. അപ്പോൾ ആ ഒരു തെയ്യം കെട്ടാനുള്ളൊരു ഭാഗ്യം ഈ വർഷം അലോകിനായിരുന്നു കിട്ടിയത്. അപ്പോൾ അങ്ങനെ നമ്മുടെ യുവാൻ ഉറക്കൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് സമയം 2:09. എന്നാൽ നട്ടപ്പാതിരക്ക് നമ്മൾ പോവുകയാണ് ഗൈസ്. നമ്മുടെ യുവാനൊക്കെ ഉറങ്ങിക്കഴിഞ്ഞു. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ എന്താ പറയുക, റോട്ടിലൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തി. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ മുമ്പിൽ ഇറക്കിയിട്ട് അവർ വണ്ടിയും കൊണ്ട് പോയി. അപ്പോൾ അങ്ങനെ ഞാനും രേഷ്ണയും വേഗം വീട്ടിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പായിരുന്നു. അപ്പോൾ അമ്മ ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലെത്തി. അപ്പോൾ ബൈ.